ഹലോ ദ മാജിക് ഓഫ് മ്യൂസിക് എന്ന എൻ്റെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എനിക്കറിയാം മ്യൂസിക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രുതി ബോക്സ് മസ്റ്റാണെന്നറിയാം. എൻ്റെ ശ്രുതി ബോക്സ് കുറച്ച് കംപ്ലയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മൊത്തം എൻ്റെ മൊബൈലിലെ ശ്രുതി ഉപയോഗിച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യാറ്. എനിക്ക് ഇപ്പോൾ ഈ തൽക്കാലം ഈ ഒരു മൊബൈൽ ഉള്ളതുകൊണ്ട് തൽക്കാലം ഇത്തിരി ശ്രുതിയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അത് നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം. പിന്നെ ഒരു ക്ലാസ്സായിട്ട് ഇപ്പം ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് കാര്യങ്ങൾ മ്യൂസിക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് പറഞ്ഞിരുന്നു. കുറച്ച് ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. അത് അവരുടെ ഒരു കാര്യമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. അപ്പം ഞാൻ പറഞ്ഞു സപ്തസ്വരങ്ങൾ വരെ പറഞ്ഞു തീർന്നത്. അപ്പോൾ ഈ സപ്തസ്വരങ്ങൾ നമ്മൾ ആദ്യം ഫസ്റ്റിലേ പഠിക്കുന്ന ഒരു കുട്ടി മായാമാളവ ഗൗള, അതായത് 15ാമത്തെ മേളകർത്താരാഗമായ മായാമാളവ ഗൗള എന്ന രാഗത്തിലാണ് നമ്മൾ സംഗീതം പഠിച്ചു തുടങ്ങുന്ന കുട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ആ രാഗത്തിലാണ് പഠിച്ചു തുടങ്ങുന്നത്. ആ രാഗത്തിൽ ആദ്യം സപ്തസ്വരങ്ങൾ പാടും. സപ്തസ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സ രി ഗ മ പ ധ നി സ. അതായത് താഴത്തെ ഷഡ്ജം മുതൽ മുകളിലത്തെ ഷഡ്ജം വരെയുള്ള അങ്ങനെ പോകുന്ന ആ ഒരു രീതിക്ക് ആരോഹണമെന്നും, മുകളിലത്തെ ഷഡ്ജം തൊട്ട് താഴത്തെ ഷഡ്ജം വരെ വരുന്ന ആ ഒരു രീതിക്ക് അവരോഹണം എന്ന് പറയുന്നു. അതായത് ആരോഹണം എന്ന് പറഞ്ഞാൽ സ രി ഗ മ പ ധ നി സ. അത് ആരോഹണം. ഇനി അവരോഹണം സാ നി ധ പ മ ഗ രി സ. ഇങ്ങനെ മായാമാളവ ഗൗളയിൽ പാടി തുടങ്ങും. ആരോഹണം അവരോഹണം. പിന്നെ ഏതൊരു പാട്ടല്ല, എന്ത് തുടങ്ങുമ്പോഴും നമുക്ക് താളം വേണം അല്ലേ? അപ്പം നമ്മൾ ആദ്യമായിട്ട് ഒരു കുട്ടി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന താളമാണ് ആദ്യ താളം എന്ന് പറയും. അതായത് 1 2 3 4 5 6 7 8 അക്ഷരകാലമുള്ള, അതായത് ഒരടി, 3 വിരൽ എണ്ണൽ, പിന്നെ ഒരടി, പിന്നെ വീച്ച്, ഒരടി വീച്ച്, അങ്ങനെ 8 അക്ഷരകാലമുള്ള ആ ആദ്യ താളത്തിലാണ് നമ്മൾ സംഗീതം സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ സപ്തസ്വരങ്ങൾ ആരോഹണം അവരോഹണം ഞാൻ പറഞ്ഞു. ഇനി പഠിക്കുന്നത് സരളി വരിശ എന്ന് പറയും. അതായത് ഫസ്റ്റിലുള്ള സരളി വരിശ സ്റ്റാർട്ട് ചെയ്യുന്നത് സാരി 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 ഗ മ സാരി ഗ മ പ ധ നി സ. സാ നി സാ നി സാ നി ധ പ സാ നി ധ പ മ ഗ രി സ. ഇങ്ങനെയാണ് സരളി വരിശ. ഫസ്റ്റ് സരളി വരിശയാണത്. അതങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അതിനും 4 കാലത്തിൽ നമ്മൾ പാടണം. ഒരു 1ാം കാലത്തിൽ എന്ന് പറയുമ്പോൾ ഓരോ അക്ഷരം ഉണ്ടാവുള്ളൂ. 2ാം കാലം 2, അങ്ങനെ 4 കാലത്തിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ ഏകദേശം നിങ്ങൾ എങ്ങനെയാണ് ഒരു മ്യൂസിക്കൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? അപ്പം അത് ആ ഒരു രീതിയിലാണ് നമ്മുടെ സംഗീത ക്ലാസ് പോകുന്നത്. അപ്പം സംഗീത ഒരു ക്ലാസ്സായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം എന്തായാലും അതിനുള്ള എന്തെങ്കിലും ഒരു വഴിയുണ്ട്, ഞാൻ നോക്കും. ഒരു ടൈമൊക്കെ അനുസരിച്ചിട്ട് അതൊക്കെ സെറ്റ് ചെയ്യാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ. കാരണം ഒത്തിരി മ്യൂസിക്കൽ ക്ലാസ് ചാനലുകളുണ്ട്. അപ്പം എൻ്റെ അറിവുകൾ വെച്ചിട്ട് ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. എന്നെ ഗുരുക്കന്മാർ എനിക്ക് പകർന്നു തന്നേക്കണ കുറച്ച് കൊച്ചു അറിവുകൾ, എൻ്റെ ഉള്ളിൽ എൻ്റെ ഹൃദയത്തിൽ ഉള്ള കുറച്ച് അറിവുകൾ നിങ്ങൾക്ക് പകർന്നു തരാമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ പകരും തോറും ഏറുന്ന ഒരേ ഒരു കാര്യമാണല്ലോ അറിവ്, അല്ലേ?
നമ്മൾ വേറെ എന്തും കൊടുക്കുമ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്ന് കുറഞ്ഞു വരും. പക്ഷേ അറിവാണെങ്കിലോ നമ്മൾ കൊടുക്കുന്തോറും നമുക്ക് അറിവ് ഏറി വരും. അതുപോലെ തന്നെ നിങ്ങൾ പലർക്കും ഇതുപോലുള്ള നല്ല നല്ല അറിവുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ എനിക്കും പറഞ്ഞു തരണം കേട്ടോ. അങ്ങനെ നമ്മൾ ഒത്തൊരുമിച്ച് നല്ലൊരു മ്യൂസിക്കൽ ഫാമിലി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ക്ലാസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെയാണ് വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ പോകാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു സംഗീതത്തിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. നമ്മൾ താളവും ഒരേപോലെ ശ്രുതിയും താളവും വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലൊരു മ്യൂസീഷ്യൻ ആവാനായിട്ട് സാധിക്കും. നമ്മൾ ഏതൊരു പാട്ട് പാടുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ശ്രുതി ചേരാതെ പോകുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്. അത് എനിക്ക് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മൾ പ്രാക്ടീസ് കുറയുമ്പോഴും അശ്രദ്ധ, അതായത് നമ്മൾ പാടുമ്പോൾ ഇപ്പോഴും ഏതൊരു പാട്ട് പാടുമ്പോഴും താളവും ശ്രുതിയും ഒരേപോലെ നമ്മുടെ ശ്രദ്ധയിൽ എപ്പോഴും ഇങ്ങനെ വേണം. അത് വിട്ടുപോകുമ്പോഴാണ് നമുക്ക് ശ്രുതി പെട്ടെന്ന് മാറിപ്പോവുകയും താളം തെറ്റിപ്പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധാപൂർവം നമുക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ നല്ലൊരു ഗായികയായിട്ട് അല്ലെങ്കിൽ ഒരു ഗായകനായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും കർണാടക സംഗീതം കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അത് വളരെയധികം ചെറുപ്പത്തിലേ തൊട്ട് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് നല്ലൊരു ഗുരുവിൻ്റെ ശിക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ, പിന്നെ പ്രാക്ടീസും മസ്റ്റാണ്. നമുക്ക് പ്രാക്ടീസ് കുറഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ, ശ്വാസത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിയിൽ ഇഷ്ടമുള്ളവർക്ക് സംഗീതം കൈകാര്യം ചെയ്ത് സംഗീതമായിട്ട് മുന്നോട്ട് പോകണം എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അത് ഈസി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എടുക്കരുത്. എനിക്ക് പറ്റിയൊരു പറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ചില സമയത്ത് നമുക്ക് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നൊരു തോട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അപകടത്തിൽ കൊണ്ടെത്തിക്കുന്നത്. അത് നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഏതൊരു പാട്ട് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴാണേലും ഏത് കാര്യം കൈകാര്യം ചെയ്യുമ്പോഴാണെങ്കിലും അതിൻ്റേതായൊരു ബുദ്ധിമുട്ട് നമ്മുടെ ഉള്ളിൽ അതുണ്ടാവും. അതിനു വേണ്ടി നമ്മൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, അതിലേക്ക് എത്താൻ സാധിക്കണം എന്നുള്ളത് എപ്പോഴും മൈൻഡിൽ വച്ചിട്ട് വേണം നമ്മൾ ഓരോ പാട്ടും നമ്മൾ പാടാനും കൈകാര്യം ചെയ്യാനും. അപ്പോൾ ഇത് ഏത് കലയാണേലും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എനിക്ക് എന്താണെന്നറിയില്ല, ഈ ഇൻഫെക്ഷൻ കൂടിയിട്ടായിരുന്നു തോന്നുന്നു, ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് കൊടുക്കാനുള്ള പാട്ടുകളും ഒക്കെ ഉണ്ട്, കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും എനിക്കുണ്ട്. എന്തായാലും ദൈവം എന്നെ കൈവടിയില്ല എന്ന് തന്നെ വിചാരിക്കുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ചെറിയ കുറച്ച് വിവരങ്ങൾ, എനിക്കറിയാവുന്ന വിവരങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നത് എനിക്കൊരു സംതൃപ്തിയുണ്ട്, നിങ്ങൾക്കും സംതൃപ്തി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ കൊച്ചു വീഡിയോ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ കുറച്ച് പാട്ടിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതാണ്. പാട്ടിനെക്കുറിച്ച് നമ്മൾ ഓരോ പാട്ടുകൾ എടുക്കുമ്പോഴും അതിന് ഓരോ രാഗത്തിലായിരിക്കുമല്ലോ കമ്പോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ രാഗം എന്താണ്, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കുക, അത് മനസ്സിലാക്കാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പം അതെനിക്കും ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ഒരു പാട്ട് കേൾക്കുമ്പോൾ അത് ഏത് രാഗത്തിലാണ്, ആ രാഗം എങ്ങനെയൊക്കെയാണ് അവിടെ ആ പാട്ടിൽ അവർ ചെയ്തു വച്ചേക്കണത്, ആ മ്യൂസീഷ്യൻ എങ്ങനെയൊക്കെയാണ് ആ പാട്ടിൽ ആ രാഗത്തിൻ്റെ ഭാവം കൊണ്ടുവരാൻ ശ്രമിച്ചേക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി ഉറപ്പായിട്ട് ആ പാട്ട് നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അങ്ങനെ മാത്രമേ ആ പാട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര പ്രാവശ്യം കേട്ടാലും എനിക്കൊക്കെ പറ്റുന്ന മണ്ടത്തരം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് പാട്ട് പഠിച്ച് പാടേണ്ട ഒരവസ്ഥയൊക്കെ വരും. അപ്പോൾ ആ പാട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ആഴത്തിൽ ചെന്ന് പഠിക്കാൻ നമ്മൾ ശ്രമിക്കില്ല. പ്രത്യേകിച്ചും ചിത്ര ചേച്ചിയും ദാസേട്ടനും ഒക്കെ പാടി വെച്ചേക്കുന്ന പാട്ടുകൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് വളരെയധികം പെർഫെക്റ്റ് ആവണമെങ്കിൽ അവർ കൊടുത്തേക്കുന്ന ഓരോ ഭാവവും ഓരോ സംഗതികളും അത് വളരെയധികം ശ്രദ്ധിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പെട്ടെന്ന് കേട്ട് പാടുന്നൊരു സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരു റിക്വസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ പാട്ടൊന്ന് കേൾക്കുക, ആ ഒരു കേട്ട് വെച്ച് ചിലപ്പോൾ നമുക്കതൊരു കോൺഫിഡൻസ് ഉണ്ടാവും, എനിക്ക് ആ പാട്ട് അറിയാമല്ലോ, ഞാൻ കേട്ടിട്ടുണ്ടാവുമല്ലോ. പക്ഷേ അതിലുള്ള ചില സംഗതികൾ നമ്മൾ ചിലപ്പോൾ പെർഫെക്റ്റായിട്ട് നമുക്ക് പാടാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിച്ച് പാടാൻ പറ്റണം. അതൊക്കെ നമുക്ക് ഈ മ്യൂസിക് ക്ലാസ്, അതായത് കർണാടക സംഗീതം പഠിക്കുന്നത് കുറേ ഗുണങ്ങൾ ചെയ്യും, നമുക്ക് ഒത്തിരി ഗുണങ്ങൾ ചെയ്യും.
അപ്പോൾ രാഗങ്ങൾ ഒത്തിരി പഠിക്കാൻ പറ്റും. ഈ രാഗങ്ങൾ പഠിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാട്ടും ഞാൻ പറഞ്ഞല്ലോ, ഓരോ പാട്ടും കമ്പോസർ ഓരോ രാഗത്തിലായിരിക്കുമല്ലോ കമ്പോസ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആ രാഗം ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിനകത്ത് അവർ ചെയ്തു വെച്ചേക്കുന്ന ഓരോ ഭാവങ്ങളും നമുക്ക് കൊടുത്ത് മനോഹരമായിട്ട് ഇത്തിരി കൂടി ഈസി ആയിട്ട് നമുക്ക് പാടാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കർണാടക സംഗീതം പഠിക്കുന്നവർ ഒരു കാര്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലവരുടെ ശബ്ദം ഘനമായിട്ട് പോകുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താണ് കർണാടക സംഗീതം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ലൈറ്റ് മ്യൂസിക് പോലുള്ള പാട്ടുകൾ നമ്മൾ കൈകാര്യം ചെയ്തു പോകണം. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ശ്രുതിക്ക് ആ ഒരു ഘനം സൗണ്ട് നമ്മുടെ തൊണ്ടയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ ഒരു അനുഭവം കൊണ്ട് എൻ്റെ ഒരു തോട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്നത് എനിക്കറിയില്ല. അതുപോലെ രണ്ടും ഒരേപോലെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകാനായിട്ട് നമുക്ക് കഴിയണം. പിന്നെ നമ്മൾ സാധാരണ പാട്ട് പാടുന്നത് പോലെ ക്ലാസിക്കൽ മ്യൂസിക് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അത് വളരെയധികം ബുദ്ധിമുട്ടോടുകൂടി വളരെയധികം കഷ്ടപ്പെട്ട് മാത്രമേ അത് നമുക്ക് സ്വായത്താക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ പാട്ടിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ചും ക്ലാസിക്കൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കണക്കുകളുടെ ഒരു ലോകമാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലേക്ക് എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഇങ്ങനെ കൊച്ചു കൊച്ചു അറിവുകളും വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വരും. പിന്നെ പാട്ടിൻ്റെ വീഡിയോസും ഉണ്ടാവും, ഷോർട്സ് ഉണ്ടാവും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അമ്മയുടെ ഡാൻസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ വീട്ടിൽ പോകുമ്പോൾ എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം, നന്മയുണ്ടാകട്ടെ, ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. അപ്പോൾ വീഡിയോസ് കാണുന്നവർ ഇഷ്ടപ്പെടുകയെന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കാം. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒത്തിരി സന്തോഷം. ഈ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.